ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യം. ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി. ജോസഫ് അവരോട് പറഞ്ഞിരുന്നു, ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, ഏതാണ്ട് 430 വർഷക്കാലമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിലെ അടിമത്ത ജീവിതം. അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജോസഫ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ദൈവം എന്നെങ്കിലും നിങ്ങളെ സന്ദർശിക്കും, ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് ജോസഫ് പറഞ്ഞിരുന്നത് ഓർത്ത് അതിനെ പാർത്തിരുന്നു ഇസ്രായേൽ ജനം. ജോസഫ് പറഞ്ഞത് എന്ന് സംഭവിക്കും എന്ന് അവരെ കാത്തിരിക്കുകയാണ്. 400 വർഷക്കാലമാണ്. എത്ര തലമുറ അതിനകത്തൂടെ കടന്നുപോയി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ അവരുടെ പ്രതീക്ഷ അറ്റുപോകാതെ അവരെ മക്കളോടും കൊച്ചുമക്കളോടും ഇത് പറഞ്ഞ് ദൈവം നമ്മളെ സന്ദർശിക്കും, നമുക്കിവിടുന്ന് മോചനമുണ്ടാകും എന്ന് പറഞ്ഞ് അവരെ ആ വിശ്വാസം കൈമാറിപ്പോകുന്നു. മറ്റൊന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്, ജോസഫ് പറഞ്ഞതുപോലെ തൻ്റെ അസ്ഥികൾ അവിടെ ഇട്ടുപോകാതെ അവന്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോകണം എന്നത് ഈ തലമുറകളോടെല്ലാം അവര് പറഞ്ഞ് അത് കൈമാറിക്കൊണ്ടേയിരുന്നു. 430 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട അവസരത്തിൽ അവർക്ക് അവിടുന്ന് മോചനമാകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ജോസഫിന്റെ അസ്ഥികൾ അതുവരെ അവരെ കൈമാറി സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അവരതുകൂടി കൊണ്ടുപോകാൻ മറക്കാതെ ദീർഘദൂരമുള്ള ഈ യാത്രയിൽ ഈ അസ്ഥി എടുക്കണോ എന്നൊരു രണ്ടാം ചിന്ത അവർക്കുണ്ടായില്ല. അത് ഭദ്രമായിട്ട് അവരുടെ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മളുടെ ഏതാനും ചില ചിന്തകളിലേക്കൊന്ന് നമ്മൾ നോക്കിയാൽ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളുടെ പൂർവ്വപിതാക്കന്മാര് അനേക തലമുറകൾക്ക് അപ്പുറമുള്ള ആരോ പറഞ്ഞ കാര്യം അതും ചുമന്നുകൊണ്ട് നടക്കുക വിഡ്ഢിത്തമല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് നമ്മളിലുള്ളത്. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ ദാരിദ്ര്യവും പട്ടിണിയെ കുറിച്ചും നമ്മുടെ മക്കളോടോ കൊച്ചുമക്കളോടോ പറയാൻ അറക്കുകയും വെറുക്കുകയും അത് അപമാനമാണെന്ന് കരുതുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അതല്ല ശരി എന്നുള്ളത് വേദപുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നലകൾ മറന്നിട്ട് ഇന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അത് അബദ്ധമാണ്. ഈശോ വളരെ വ്യക്തമായിട്ടും ഭവനം പണിയുന്ന അവസരത്തെ കുറിച്ചുള്ള പറയുന്നുണ്ട്. അടിത്തറ ഇല്ലാതെ പോയാൽ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അതിന്മേൽ ആഞ്ഞടിച്ചു, അതിന്റെ പതനം ഭയങ്കരമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അടിത്തറ ഇല്ലാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ യാത്രയിൽ വീഴ്ച ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമില്ല. നമുക്ക് അടിത്തറ മറന്നു പോകാനാണ് ഇഷ്ടം. ഇന്ന് നമ്മൾക്ക് പുറത്തെല്ലാം പോയി കാശായി കഴിയുമ്പം നമ്മുടെ മക്കളോട് പണ്ട് മുതലേ നമ്മൾ കാശുകാരായിരുന്നു എന്ന് പറഞ്ഞു പഠിപ്പിക്കാനാണ് ഇഷ്ടം. ദൈവം നമ്മളെ വഴി നടത്തിയ മാർഗങ്ങള്, തമ്പുരാൻ നമുക്ക് ദാരിദ്ര്യത്തിലായിരുന്നു, കഷ്ടതയിലായിരുന്നു, വേദനയിലായിരുന്നു. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ വല്യപ്പൻ എന്നെ ഇങ്ങനെയാ വളർത്തിയത്, കഷ്ടപ്പെട്ട് വളർത്തിയതാ. എൻ്റെ കുഞ്ഞെ, പാവപ്പെട്ടവരെ കാണുമ്പോൾ ധിഖരിക്കരുത്. അഹങ്കാരം നമുക്ക് പാടില്ല. നമ്മൾ എന്നൊക്കെയുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം നമ്മൾ ഇന്ന് കഴിഞ്ഞ തലമുറകളിലൊക്കെ നമ്മൾ എന്തോ ആയിരുന്നു എന്ന് ഭാവിക്കുന്നെങ്കിൽ അപകട സൂചനയാന്ന് ഓർത്തോണം. വേരില്ലെങ്കിൽ വൃക്ഷം നിലനിൽക്കില്ല, അത് വീണു പോകും. ആ വീഴ്ച ഭയങ്കരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. വഴിതെറ്റിയ ജീവിതത്തിലാണ് നാം പോകുന്നതെങ്കിൽ തിരിച്ചു വരാൻ, കർത്താവിൽ ആശ്രയിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ ദൈവത്തെ മറന്നു കളയാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റൊന്ന്, ആ അസ്ഥികളോടുള്ള താല്പര്യം. പ്രിയമുള്ളവരെ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ ആ കൂടാരത്തിന്റെ കീഴെ ജോസഫിനും അവന്റെ അസ്ഥികൾ കൊണ്ട് സംസ്കരിക്കണമെന്നുള്ള ചിന്ത. പ്രിയമുള്ളവരെ, ഇവിടെ കുഴിമാടത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ടോ? ഇന്ന് നമ്മുടെയൊക്കെ അപ്പന്മാരുടെ കുഴിമാടം മാന്തിക്കുമ്പം നമ്മൾ അറിയ പോലും ഇല്ല. അറിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് താല്പര്യവുമില്ല അവിടെ പോകാൻ. അതേസമയം നമ്മുടെ കഴിഞ്ഞ തലമുറ അങ്ങനെ ആയിരുന്നില്ലെന്നാ പറയുന്നത്.
അവര് നമ്മുടെ അപ്പന്റെയോ അമ്മയുടെയോ കുഴി മാന്തുന്ന അവസരത്തിൽ അവരെ ആ പള്ളിയിൽ വിവരം അറിയിക്കും. അവരവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ആ അസ്ഥികൾ എടുക്കുമ്പം തൻ്റെ മക്കള് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവരതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട വികാരിച്ചന്റെ പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും കൂടി അതെടുത്ത് അതിന് പ്രത്യേകമാംവിധം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് സൂക്ഷിക്കുക എന്നത് മക്കളുടെ കൂടെ കടമയായിരുന്നു. ഇന്ന് അതൊക്കെ അവഹേളന പാത്രമായിട്ട് വലിച്ചെറിഞ്ഞു പോകുമ്പം പ്രിയമുള്ളവരെ, അവിടെയൊക്കെ നമ്മുടെ പൈതൃക സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകും. അത് പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് കർത്താവിൽ ആശ്രമിക്കാം. നമ്മൾ ഇന്നലകൾ മറന്ന് ജീവിക്കാതിരിക്കാൻ ദൈവം നമുക്ക് വേണ്ട കൃപ തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.